നിർദ്ദിഷ്ട അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ കാസർകോട്ടേക്ക് ഇത് പ്രായോഗികമല്ലെന്ന ഇ ശ്രീധരന്റെ പ്രതികരണത്തിനെതിരെ രംഗത്തെത്തുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇ ശ്രീധരൻ കാസർകോടിനെ അവഗണിക്കാൻ അടിസ്ഥാനമില്ലാത്ത പഠനം ചൂണ്ടിക്കാട്ടുകയാണെന്നാണ് വിമർശനം. പദ്ധതിയിൽ കാസർകോടിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കുമെന്നാണ് ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത്. കാസർകോട്ടേക്ക് പദ്ധതി നീട്ടിയാൽ നഷ്ടം ചെയ്യുമെന്നാണ് 2 തവണ പഠനം നടത്തിയപ്പോഴും കണ്ടെത്തിയതെന്നായിരുന്നു ഇ ശ്രീധരന്റെ പ്രതികരണം. ഈ ശ്രീധരൻ എന്തടിസ്ഥാനത്തിലാണ് റവന്യൂ ഇല്ലാത്ത ഒരു മേഖലയാണ് കാസർഗോഡ് എന്ന് പറയാൻ ഇടയായത് എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഇത് കണ്ണൂർ അവസാനിപ്പിക്കുന്നത് ഉത്തര മലബാറിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവജ്ഞയാണ്, അതുപോലെ തന്നെ അവഹേളനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തമില്ല. കണ്ണൂർ തൊട്ട് മംഗലാപുരം വരെയുള്ള തീവണ്ടികളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തത് ഈ തിക്കും തിരക്കുമാണ്. തീർച്ചയായിട്ടും വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ എൻ്റെ കണ്ണൂരല്ല, കാസർഗോഡാണ്. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, കാസർഗോഡിന് എന്നും അവഗണനയാണെന്നാണ് പറയാറുള്ളത്. ഇപ്പോഴിതാ ഈ അതിവേഗ റെയിൽ പദ്ധതിയുടെ DPR തയ്യാറാക്കുമ്പോഴും ഈ ശ്രീധരന്റെ പ്രസ്താവനയും ആ തരത്തിൽ തന്നെ വരുന്നു. നേരത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ ശ്രീധരനെ പിന്തുണയ്ക്കുമ്പോൾ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ എതിർപ്പുള്ളത് കാസർഗോഡിനുള്ള ഈ അവഗണനയിലാണല്ലേ? വിനീത, തീർച്ചയായും അതിവേഗ റെയിൽ പദ്ധതിയുടെ DPR തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ തന്നെ കാസർഗോഡ് ഉയർന്നിരുന്നു. ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ജനപ്രതിനിധികൾ, MLA-മാർ, MP ഉൾപ്പെടെ അതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇ ശ്രീധരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനിടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിൽ കാസർഗോഡ് വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്, എന്താണ് കാസർഗോട്ടേക്ക് ഈ പദ്ധതി നീട്ടാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചിരുന്നു. അതിന് ഇ ശ്രീധരൻ മറുപടിയായി നൽകിയത് കാസർഗോട്ടേക്ക് ഈ പദ്ധതി നീട്ടിക്കഴിഞ്ഞാൽ അതിൽ വലിയ വരുമാന നഷ്ടമുണ്ടാകും എന്നതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. 2 തവണയായി ഇതിന്റെ ഒരു പഠനം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിരുന്നു. ആ 2 പഠനത്തിലും ഇത് കാസർഗോട്ടേക്ക് ഈ പദ്ധതി നീട്ടുക എന്നത് പ്രായോഗികമല്ല എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് കാസർഗോട്ടെ യാത്രക്കാർ, അതിൽ ഭൂരിപക്ഷം യാത്രക്കാരും, അതിൽ കണക്കെടുത്താൽ ഭൂരിപക്ഷം യാത്രക്കാരും പ്രധാനമായും സഞ്ചരിക്കുന്നത് കോഴിക്കോട് വരെയാണ്. അങ്ങനെ അത്തരം കണക്കുകളൊക്കെ നിരത്തിയാണ് ഈ ശ്രീധരൻ അത്തരം ഒരു ആവശ്യത്തെ നിരസിച്ചത്. അതിൽ വലിയ പ്രതിഷേധമാണ് വീണ്ടും ഉയരുന്നത്. കാസർഗോഡ് MP തന്നെ അതിപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള പഠനമൊക്കെ നടത്തിയാണ് ഈ ശ്രീധരൻ ഈ കാര്യം, ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ വലിയ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തും, മന്ത്രിമാരെ ഉൾപ്പെടെ ഇതിൽ കാണുമെന്നാണ് MP ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും രാഷ്ട്രീയ ഭേദമന്യേ ഇത് വഴിയൊരുക്കുക. ശരി, വ്യക്തമാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വലിയ വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു.